നിനക്ക് തന്നെ ഇട്ടാലെന്താ? ഇതൊക്കെ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. കുറെ നമുക്ക് ശല്യം ചെയ്തോളൂ. പോ ചെയ്യാമോ? അമ്മോ, നീ ടൈം എടുത്ത് വെച്ചായിരുന്നോ? എന്റെ ദൈവം, എനിക്ക് വയ്യ. ഒരു കാര്യം ഈ കൊച്ചു സ്വന്തമായിട്ട് ചെയ്യത്തില്ല. ഇന്ന് മുതൽ വൈകിട്ട് നീ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ട് കിടക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കൂ. മതി മതി, വന്നവരെ കഴിക്കാം. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എത്ര നാളായി ദോശയും അപ്പമൊക്കെ കഴിച്ചിട്ട്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ നല്ല ചൂടോടെ ഉണ്ടാക്കി തരുവായിരുന്നല്ലോ. എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് പോവച്ചേ, ഈ നേരില്ലാത്ത നേരത്തെ ഞാൻ ഈ ദോശയുടെ കൂടെ നിൽക്കാൻ പോയില്ലേ? എന്താ നീ കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് വേണ്ട. നിനക്ക് വേണമെങ്കിൽ നീ കഴിച്ചിട്ട് സ്കൂളിൽ പോകും. കുഞ്ഞ് യൂണിഫോം മാറി ഫ്രഷ് ആയിട്ട് വാ. അമ്മയും ഒന്ന് ഫ്രഷ് ആവട്ടെ. രമേ, രമേ. വന്നോ? ഓ രമേ, ഇന്നൊരു രക്ഷയില്ലായിരുന്നു. വർക്കിലോട് ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കര ക്ഷീണം. ഞാൻ ചായ എടുത്തുകൊണ്ടുവരാം. അച്ഛനെ അമ്മക്കുട്ടി എന്റെ കൂട്ടുകാരി ഹൃദയ ഇന്നലെ പാട്ടിന് പോകുന്നത്. എന്നിട്ട് ഒരുപാട് റൈഡ്സിലൊക്കെ കയറി അവർ കളി
വാങ്ങിച്ചെന്ന്. ആ. അച്ഛനും അമ്മയായിട്ട് പോയതാ. അച്ഛനിക്ക് പോണോ അച്ഛ പാർക്കില്? അച്ഛ എന്നെ കൊണ്ടുപോവോ? അച്ഛ അച്ഛ നമുക്കും പാർക്കിൽ പോവാം അച്ഛ. അച്ഛൻ മോക്കും പാർക്കിൽ പോണം അച്ഛ. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അച്ഛ? ആ പറ, കേൾക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് കാണുന്നില്ല അമ്മോ. ഡിസ്റ്റർബ് ചെയ്യാതെ പോയിട്ട് പഠിക്കാൻ നോക്ക്. ആ അതേടാ, സ്റ്റാഫിന് നമ്മൾ ഉച്ചയ്ക്ക് റിപ്പോർട്ട് വയ്ക്കാനുണ്ടാവും. ആ അതെ, എനി ടൈം ഡോണ്ട് വറി. ഇവിടെ ആരുമില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ലേ? മുത്തശ്ശിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുമായിരുന്നു. അമ്മോ വാ കഴിക്കാം. അമ്മേ അമ്മേ എനിക്ക് തന്നെ വാരി തരുമോ അമ്മേ? നമുക്ക് കൊതിയായിട്ടാ. നിന്നെ കൊണ്ട് തോറ്റമ്മോ. നീ ഇപ്പൊ കുഞ്ഞോന്നൊന്നും അല്ലല്ലോ, തന്നെ അങ്ങ് വാരി കഴിക്കേ. എന്തിനാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത്? വാരി തരണ്ട, ഓള് കഴിച്ചോളാം. മുത്തശ്ശിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കഥ വാരി തരുമായിരുന്നല്ലോ. ഓ മുത്തശ്ശി മുത്തശ്ശി, വേഗം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. നാളെ നിന്റെ സ്കൂളിൽ ഞാൻ വരുന്നുണ്ട് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാനായിട്ട്. നിന്റെ ടീച്ചറിനെ ഒന്ന് കാണട്ടെ. ആ അമ്മുന്റെ കാര്യമില്ലേ? വരൂ, ഇരിക്കും. ഞാൻ കാണാനിരിക്കുകയായിരുന്നു. എന്ത് പറ്റി മാഡം? എനി പ്രോബ്ലം? ഹേയ്, പേടിക്കാനൊന്നുമില്ല. എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ആ ഇതാ അമ്മുന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് നോക്കിക്കേ. കണ്ടു, അവർക്ക് എല്ലാ സബ്ജക്ട്സിനും മാർക്ക് കുറവാണ്. കഴിഞ്ഞ ടൈമിലെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്ന കുട്ടിയാണ്. ഇപ്പൊ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഏയ് നോ മാഡം, എന്ത് ഇഷ്യൂസ്? ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ എന്ത് പറ്റി അവർക്ക് ഇത്ര മാർക്ക് കുറയാൻ? നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പഠിത്തത്തിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിലും അവൾ മിടുക്കിയായിരുന്നു. ഇപ്പോൾ ആരോടും മിണ്ടാറില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാറില്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് വരെ കാണാം. എന്തായാലും അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. അമ്മൂനോട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഓക്കെ മാഡം. അമ്മൂൻ്റെ അമ്മ ഒന്ന് നിന്നേ. ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞ് കുട്ടികളെ മൊത്തം ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് പോകുന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മോൾ എന്നോട് പറഞ്ഞിരുന്നു മാഡം. ഓക്കെ, ഒരു 4:30 ആവുമ്പോൾ
സ്കൂൾ ബസ് വീട്ടിലാക്കിയേക്കാം. ഓക്കെ മാഡം. ആരാ? മനസ്സിലായല്ലോ. എവിടെ നിന്നാ? ഞങ്ങൾ ജ്യോതിനികുട്ടി സ്കൂളിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഇവിടെയുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമായി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനുമായി വന്നത്. അതിനെന്താ? വാ മക്കളെ, കയറി വാ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപ്പൂപ്പനും അമ്മയൊക്കെ ഉണ്ടോ? ആ ഉണ്ട്. എന്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്. എനിക്കും ഉണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയും. നിങ്ങൾക്ക് ഇഷ്ടമാണോ അവരെ? പിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ അപ്പൂപ്പൻ എന്നോട് കളിക്കും, അമ്മൂമ്മ എനിക്ക് കഥയൊക്കെ പറഞ്ഞു. ആണോ? നല്ല കാര്യം. അങ്ങനെ വേണം കേട്ടോ. അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളെ പേരക്കുട്ടികളുമൊത്ത് സമയം ചെലവഴിക്കുക എന്നത്. ഇവിടെയുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും പേരക്കുട്ടികളൊന്നുമില്ലേ? നോ, അങ്ങനെ ചോദിക്കല്ലേടാ. ഇവിടെ താമസിക്കുന്നവർക്ക് ഫാമിലിയും വീടൊന്നും ഇല്ല. ആരും ഇല്ലാത്തൊരു താമസിക്കുന്ന സ്ഥലമല്ലേ ഇത്. എടാ മക്കളെ, വീടും കുടുംബവും ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അവരിവിടെ നിൽക്കുന്നത്. ആരുമില്ലാത്തവരെ താമസിപ്പിക്കേണ്ട സ്ഥലം തന്നെയാണിത്. പക്ഷേ ഇവിടെ താമസിക്കുന്നതിൽ 1-2 പേർക്ക് വീടും കുടുംബവും ഇല്ലാതില്ല. ബാക്കി 100% പേര് വീടും കുടുംബവും പേരക്കുട്ടികളും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ പിന്നെ എന്താ ഇവിടെ താമസിക്കുന്നേ? അവരോടൊപ്പം നിന്നാ പോരെ? ആ അതെ, പക്ഷേ അതൊക്കെ പറയാനാണെങ്കിൽ മോനെ ഒരുപാടുണ്ട്. ഇന്നത്തെ തലമുറയിലെ മക്കൾ എല്ലാവരും അല്ലാട്ടോ, കുറച്ച് പേരൊക്കെ സ്വാർത്ഥത നിറഞ്ഞവരാണ്. മാതാപിതാക്കൾ അവരെ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയാലും അവസാനം അവർ കേൾക്കുന്നത് ഈ ഒരു ഡയലോഗ് മാത്രമായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ കടമയാണ്, ഇതൊക്കെ വലിയ കാര്യമല്ല. എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് ഒരേപോലെ തന്നെ. പക്ഷേ ഈ പറയുന്ന മക്കൾക്ക് അവർ നോക്കേണ്ട ഒരു കടമയില്ലേ? അതവർ പറയുകയില്ലേ? ദൈവമക്കളെ, ആ ഇരിക്കുന്ന മുത്തശ്ശിയെ കണ്ടോ? ആ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനും നല്ല വീടും സമ്പത്തും ഒക്കെയുള്ള കുടുംബമായിരുന്നു. മകന് നല്ല വിദ്യാഭ്യാസവും ജോലിയും കല്യാണമൊക്കെ കഴിച്ച് ഒരു മോളുമുണ്ട്. പക്ഷെ എന്താ കാര്യം? ആ അമ്മയ്ക്ക് പ്രായമായപ്പോൾ അസുഖം വന്നപ്പോൾ അവർക്ക് നോക്കാൻ സമയമില്ല. അവരത് ഇവിടെ കൊണ്ടാക്കി. പക്ഷേ ഈ പാവത്തിനൊരു പരാതിയില്ല കേട്ടോ. എപ്പോഴും മകനെയും കുടുംബത്തെയും കുറിച്ച് പറയുമ്പോൾ 100 നാമം. മോളെ, എനിക്ക് പറ്റി? എന്തിനാ മോള് കരയുന്നത്? മോള് എന്തിനാ കരയുന്നേ? മോളെ പറഞ്ഞേ, എന്ത് പറ്റിയല്ലോ? മോൾ എന്തിനാ കരയുന്നേ? അതെന്റെ മുത്തശ്ശിയാ.
മുത്തശ്ശി പറയുന്ന ഒന്ന് കേക്ക്. മുത്തശ്ശിയുടെ പൊന്നു മോളല്ലേ. കുഞ്ഞിനെ ഒന്നിലേക്ക് കൊണ്ടുപോകും. മുത്തശ്ശി നാളെ വരും മോളെ. മോള് കരയില്ലേ? മോള് കരയുമ്പോൾ മുത്തശ്ശിക്കും കൂടെ വിഷമമാവില്ലടാ. മുത്തശ്ശീനെ വിഷമിപ്പിക്കാതെ വാ. മോൾ ഇങ്ങോട്ട് വാ. നമുക്ക് വീട്ടിൽ പോകാം. വാ അമ്മു, വരല്ലേ? മുത്തശ്ശി വരും, നമുക്ക് വീട്ടിൽ പോവാം. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. രമേ, രമേ, ആ ഞാൻ വരുന്നു. ആ എന്തു പറ്റി? എന്താ മുഖം വരാതിരിക്കുന്നത്? ഞാനിന്ന് അമ്മുവിന്റെ സ്കൂളിൽ പോയിരുന്നു. ഇന്നല്ലായിരുന്നു അമ്മുക്കുട്ടിയുടെ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാൻ പോകേണ്ടത്. എന്താ മാർക്ക് കുറവാണോ? അതെ, മാത്രമല്ല അവളുടെ ബിഹേവിയറിൽ ഒത്തിരി മാറ്റമുണ്ടെന്നാണ് മാഡം പറയുന്നത്. പഠിത്തത്തിൽ മാത്രമല്ല എല്ലാ ആക്ടിവിറ്റീസിലും അവൾ പുറകോട്ടാണ്. പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വരെ മാഡം ചോദിച്ചു. അവൾ എത്തിയിട്ടില്ല. ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുപോയിരിക്കുക. ഏതാണ്ട് എത്താൻ സമയമായി. അമ്മു, നിന്നെ ഈ നമ്മൾ സ്കൂളിൽ വന്നിരുന്നല്ലോ. നിനക്ക് മാർക്ക് കുറവാണെന്നാണല്ലോ മിസ് പറഞ്ഞത്. എന്തു പറ്റി? പഠിത്തത്തിൽ ഉഴപ്പാൻ? അമ്മു, നിങ്ങളാ ചോദിക്കുന്നത് എന്താ നീ പഠിക്കാത്തതെന്ന്? എന്തെങ്കിലും സബ്ജക്ട് ടഫാണെങ്കിൽ ട്യൂഷൻ വിടാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നീ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ നിനക്കിവിടെ എന്തിന്റെ കുറവാണോ ഉള്ളത്? ഏറ്റവും നല്ല സ്കൂളിലല്ലേ നീ പഠിക്കുന്നത്. നീ എന്ത് കളിപ്പാട്ടം പറഞ്ഞാലും ഞങ്ങൾ വാങ്ങിത്തരാറില്ലേ? അതൊക്കെ വിലയുണ്ടെങ്കിലും സ്വന്തമായിട്ട് നിനക്കൊരു ടാബ് ഉണ്ട്, സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. അതൊക്കെ ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. നിനക്ക് എന്തിന്റെ കുറവായില്ലേ? നിനക്കിനി എന്താ വേണ്ടത്? അമ്മോ, നീ എന്താ അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ? പറയടി, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ? എന്ത് പറഞ്ഞാലും മുത്തശ്ശി മുത്തശ്ശി. നിന്റെ ഫ്യൂച്ചറിൽ മുത്തശ്ശി കാണത്തില്ല, മുത്തശ്ശിയുടെ പൊട്ട കഥകൾ കാണത്തില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയല്ല, സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നീ പറയുന്നതൊക്കെ വാങ്ങിത്തരാൻ മുത്തശ്ശിക്ക് പറ്റുമോ? മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ.
മുത്തശ്ശിയുടെ അസുഖം വരെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയതാണ് എന്നോട് അച്ഛനമ്മയും പറഞ്ഞത്. ആരുമില്ലാത്തവരെ കൊണ്ടാകുന്ന സ്ഥലത്തിന്റെ മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടാക്കിയാൽ എന്തിനാ എന്റെ മുത്തശ്ശി അവിടെ കൊണ്ടാക്കിയ? അച്ഛനും അമ്മയ്ക്ക് പ്രായമാവത്തില്ലേ കുറെ വർഷം കഴിയുമ്പോൾ? അപ്പൊ ഞാനും അച്ഛനമ്മനെ അവിടെ കൊണ്ടാക്കിയാലോ? അവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നപ്പോ മുത്തശ്ശി എന്തോരം വിഷമിച്ച് കാണും. മോളെ, എന്റെ പൊന്നു മോളെ, ഞങ്ങളോട് ക്ഷമിച്ചു മോളെ. തെറ്റു പറ്റിപ്പോയി. ഞങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഞങ്ങളുടെ മോള് തന്നെ വേണ്ടി വന്നു. മകൾക്ക് മാതൃകയായിട്ട് ഞങ്ങൾ അവൾക്ക് നല്ല മാതൃകയല്ല കാണിച്ചു കൊടുത്തത്. ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും അച്ഛനും അമ്മയും മോളിലൂടെ കാണും. അമ്മയും അച്ഛനും വലിയ തെറ്റാ മോളോട് ചെയ്തത്. ക്ഷമിക്കും മോളെ. അതുപോലെ മോളെ മുത്തശ്ശിയോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതും ഒരു മക്കളും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. അത് ഞങ്ങൾ ഇപ്പൊ തിരിച്ചുവാണ് മോളെ. നമുക്ക് മുത്തശ്ശിയെ ഇപ്പൊ തന്നെ പോയി വിളിക്കാം. രമേ, നീ റെഡിയാകെ, നമുക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. മോളെ, നീ റെഡിയാകെ, നമുക്ക് ഉടനെ പോകാം. അമ്മേ നോക്കിക്കേ, ഇത് ആരൊക്കെ അമ്മയെ കാണാൻ വന്നിരിക്കുന്നതെന്ന്. എന്നോട് ക്ഷമിക്കമ്മേ. തെറ്റുപറ്റിപ്പോയി. ക്ഷമിക്കമ്മ എന്നോട്. മക്കളെ കരയരുത്. മക്കളെ, എന്റെ മക്കൾ കരയരുത്. അമ്മയ്ക്ക് നിങ്ങളോട് ഒരു പരിവും ദേഷ്യവും ഇല്ല മക്കളെ. നിങ്ങൾക്ക് നല്ലത് വരെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. മുത്തശ്ശി മുത്തശ്ശി ചക്കര മുത്തേ. അമ്മയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. വാ അമ്മേ, നമുക്ക് പോവാം. നമ്മുടെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി നമുക്ക് വീട്ടിൽ പോവാം. വാ വാ നമുക്ക് പോവാം മുത്തശ്ശി. മുത്തശ്ശി വരാൻ മോളെ, മുത്തശ്ശി വരാനാ. മുത്തശ്ശി ഹലോ, കണ്ണു നനയിച്ച ഈ സീറ്റിന് ഒരു പ്രത്യേക കയ്യടി എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവായിട്ട് നല്ലൊരു കയ്യടി കുട്ടികൾ കൊടുക്കുക. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹാശംസകൾ. പ്രത്യേകിച്ച് കുട്ടികൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. സാറിന് സത്യത്തിൽ സാറ് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കളെയും കണ്ണു നനഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.